പറഞ്ഞു നിർത്തിയതിന് ശേഷം ജോണിനെ നോക്കി. ജോൺ അവനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഒറ്റ വലിക്ക് കുടിച്ച ശേഷം ബാക്കി പറയാൻ ജോൺ അവനോട് ആവശ്യപ്പെട്ടു. ആരോട്? എബിനോട്. പിന്നെ എന്തുണ്ടായി? എബിൻ പറയൂ. ഞാൻ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു സാർ. കേട്ട കഥകളൊക്കെ സത്യം തന്നെയാണോ? എന്നോട് ഇന്നലെ രാത്രി സംസാരിച്ചത് അമ്മയെ തന്നെയാണോ? പക്ഷേ ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്തപ്പോൾ അവൾ എന്നെ ഫോണിൽ വിളിച്ചു എന്തിനും ഈ കഥകളൊക്കെ പറഞ്ഞു? ഒന്നും മനസ്സിലാകാതെ ഓരോ ചിന്തകളുമായി അന്നത്തെ പകൽ സമയങ്ങൾ എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചുകൂട്ടി. കേട്ട കഥകളൊന്നും ഞാൻ ആരുമായും പങ്കുവച്ചില്ല. രാത്രി ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നു. പതിവ് പോലെ കുറച്ചു നേരം ഫോണിൽ നോക്കിയ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു മെസ്സേജ് ശബ്ദം ഫോണിൽ വന്നത്. 1-2 തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഒരു ഞെട്ടലോടെ ഞാൻ എഴുന്നേറ്റിരുന്നു. ലോക്ക് തുറക്കാതെ തന്നെ ഫോണിൻ്റെ സ്ക്രീനിൽ മെസ്സേജ് വന്നിരിക്കുന്നു. വാട്സപ്പോ മെസ്സഞ്ചറോ അല്ലാത്ത ഒരു സന്ദേശമാണ് മാത്രം. ഹലോ ചേട്ടാ, അവനെ ഞാൻ കൊന്നുകളയും. അവനെ ഞാൻ കൊന്നു, അവളെയും. എൻ്റെ ജീവിതം നശിപ്പിച്ച എല്ലാവരെയും ഞാൻ കൊന്നു. ഇനി ഒരാൾ മാത്രം. ആരാണ് എനിക്ക് സന്ദേശം അയച്ചതെന്നറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അവനെ കൊന്നു, അവളെയും. അത് അഭിനാഷും അമയെയും ആയിരിക്കും. എന്നാൽ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ആര് കൊന്നു? എന്തിനു കൊന്നു? എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. പകരം മറ്റൊരു മെസ്സേജ് വന്നു. അമയ്യ. അടുത്ത ദിവസം ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്ത് ആരോടും പറയാതെ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു.